ക്രൈസ്തവ തീർത്ഥാടനം പുണ്യദേവാലയങ്ങളുടെ ഒരു യാത്ര പാർട്ട് 2. Good morning everyone. Today we celebrate the reveal of my mother's book ക്രൈസ്തവ തീർത്ഥാടനം പുണ്യ ദേവാലയങ്ങളിലൂടെ ഒരു യാത്ര part 2. The main participants are Dr. Lizzie Fernandez from Dubai, producer of Swargam Film, Dr. Varghese Perayil, President of Kerala Congress, M. Samskara Vedi from Kerala, and Ivania Nash, child artist in Malayalam films and ads. Blessings by Reverend Dr. Bilju Varapalli, who is the managing editor, Katholika Sabha newspaper, Reverend Father Johnson Nedumbarathu, SDB, and Reverend Father James Padampalli, SDB. Thanks to all well-wishers, friends and relatives. ശ്രീമതി ലൗലി ബാബുവിൻ്റെ മൂന്നാമത്തെ പുസ്തകമായ ക്രൈസ്തവ തീർത്ഥാടനത്തിൻ്റെ കവർ പ്രകാശനത്തിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ശ്രീമതി ലൗലി ബാബു ഞാൻ പ്രസിഡൻ്റായിട്ടുള്ള സംസ്കാരവേദിയുടെ അംഗമാണ്. വെറും അംഗം എന്ന് മാത്രമല്ല, സംസ്കാരവേദി സംഘടിപ്പിക്കുന്ന എല്ലാ പരിപാടികളിലും വളരെ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് ഞങ്ങളൊരു കവിയരങ്ങ് നടത്തി. ആ കവിയരങ്ങിൽ ശ്രീമതി ലൗലി ബാബു തെക്കേത്തലയുടെ കവിതാ ആലാപനം വളരെ ശ്രേഷ്ഠകരമായിരുന്നു, മനോഹരമായിരുന്നു. പലരും അത് അഭിനന്ദിക്കുന്നത് ഞാൻ കണ്ടു. അതുപോലെ ഞങ്ങൾ ഇടയ്ക്ക് ഒരു നർമ്മവേദി എന്നൊരു രസകരമായ കഥകൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ശ്രീമതി ലൗലി ബാബു അതിലൊരു നല്ല കഥ എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ കവിയരംഗത്തായാലും നാടക അല്ലെങ്കിൽ നർമ്മ രസപ്രധാനമായ കഥകൾ എന്ന കാര്യത്തിലായാലും ഒക്കെ ശ്രീമതി ലൗലി ബാബു വളരെ പ്രഗത്ഭയാണ്, മറ്റുള്ളവർക്കൊക്കെ ഒരു മാതൃകയാണ് എന്ന് എനിക്ക് വ്യക്തിപരമായി നേരിട്ട് അറിയാം. അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ പുസ്തക പ്രകാശനത്തിൻ്റെ പുസ്തകത്തിൻ്റെ കവർ പ്രകാശനത്തിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നേരത്തെ ശ്രീമതി ലൗലി ബാബു 12 പുണ്യ ദേവാലയങ്ങളുടെ ചരിത്രം ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ പുസ്തകമാണെങ്കിൽ ഏറ്റവും പ്രശസ്തമായ നമ്മുടെ കറണ്ട് ബുക്സാണത് അത് പ്രസിദ്ധീകരിച്ചത്. തീർച്ചയായിട്ടും അതൊരു അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ്. ഇപ്പോഴാണെങ്കിൽ 53 ദേവാലയങ്ങളുടെ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം 100ഓളം ദേവാലയങ്ങളുടെ പുണ്യ ദേവാലയങ്ങളുടെ ചരിത്രങ്ങളുമായിട്ടാണ് ലൗലി ബാബു മുൻപോട്ട് പോകുന്നത്. ഞാനൊരു ചരിത്ര അധ്യാപകനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആര് ചരിത്രം എഴുതിയാലും ആര് ചരിത്രം പറഞ്ഞാലും അത് വായിക്കുന്നതും കേൾക്കുന്നതും വലിയ ഹൃദ്യമായ അനുഭവമായി കണക്കാക്കുന്ന ആളാണ് ഞാൻ. കാരണം ചരിത്രം പഠിക്കാത്തതാണ് പല വ്യക്തികൾക്കും ജീവിതത്തിൽ പരാജയമുണ്ടാകുന്നത്. പല കാര്യങ്ങളും മനസ്സിലാക്കുന്നതും ചരിത്രം പഠിക്കുമ്പോൾ മാത്രമാണ്. പല ദേവാലയങ്ങളെക്കുറിച്ചും പല കെട്ടുകഥകളും കേൾക്കാറുണ്ട്. പല പുണ്യ ദേവാലയങ്ങളെക്കുറിച്ചും മനുഷ്യൻ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. ആ നിലയിൽ 100ഓളം പുണ്യ ദേവാലയങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള മനുഷ്യർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ശ്രീമതി ലൗലി ബാബുവിൻ്റെ രംഗപ്രവേശം ഒരു അങ്ങേയറ്റം അഭിനന്ദിക്കേണ്ടതാണ്. ആളുകൾ ഇത് വായിക്കട്ടെ, ലൗലി ബാബു രംഗത്ത് പ്രശോഭിതയാകട്ടെ എന്ന് പ്രത്യേകം ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ കവർ പ്രകാശനത്തിന് എല്ലാ നന്മകളും നേർന്നുകൊണ്ടും പുറകാല ഈ പുസ്തകം പുറത്തു വരുമ്പോൾ നമ്മളെല്ലാവരും വായിച്ച് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാഹചര്യം ഉണ്ടാകട്ടെ എന്നും കൂടി ഓർപ്പിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ഹായ്, ഞാൻ ലിസി ഫെർണാണ്ടസ്. നിങ്ങൾക്കറിയാം, വചന ശുശ്രൂഷയിലും ഗാന ശുശ്രൂഷയിലും അതോടൊപ്പം തന്നെ ഈ അടുത്തിടയിൽ നമ്മൾ റിലീസ് ചെയ്ത ചിത്രമായ സ്വർഗം, അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയുമാണ് ഞാൻ. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ലൗലി ബാബു, എൻ്റെ സുഹൃത്ത് ശ്രീമതി ലൗലി ബാബുവിൻ്റെ ഒരു പുസ്തകമാണ്. അത് വളരെയധികം അട്രാക്റ്റീവായി എനിക്ക് തോന്നുകയുണ്ടായി. ക്രൈസ്തവ തീർത്ഥാടനം, അതായത് പുണ്യ ദേവാലയങ്ങളിലൂടെ ഒരു തീർത്ഥയാത്ര. ഒത്തിരിയേറെ അധ്വാനിച്ചും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചും സമയം ചെലവഴിച്ചും ഒക്കെയാണ് ഈ പുസ്തകം റെഡിയാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. ഇതിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നതോടൊപ്പം ഇതിൻ്റെ കവർ പേജ് റിലീസ് ചെയ്തതായി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അതിന് എനിക്ക് അവസരം കിട്ടിയതിൽ ഞാൻ നന്ദി പറയുകയും ചെയ്യുകയാണ്. ഈ പുസ്തകം വായിക്കണം. വായനാശീലം നമ്മുടെ പൈതൃകവും നമ്മുടെ വിശ്വാസവും അല്ലെങ്കിൽ നമ്മുടെ ദേവാലയങ്ങളുടെ ചരിത്രവും ഒക്കെ മനസ്സിലാക്കുന്നത് യുവതലമുറയ്ക്കൊക്കെ ഒത്തിരിയേറെ ഉപകാരപ്രദമാകും. തീർച്ചയായിട്ടും ഈ പുസ്തകത്തെ പറ്റുന്ന വിധത്തിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. I invite Ivania Nash for the book reveal. She is a child artist. Her featured projects are Onam promo song by Flowers TV, album song by Vineet Srinivasan, album song Unni Show by Gobi Sundar, album song Lulu Pravajagante Vadi by Kairali TV, ad film with Mohanlal,
Mankind Pharma. Ad film with Swastika, Dr. Mom's Liquid. Ad film with Namita Pramod, Eleanor Milk. Album songs Ennum Ninnamam by GD Music Company. Album song for autism awareness. Ad film by Shankar Ramakrishnan. A film by Rashid Parakil. Ad film for Pothis by Dijo. Ad film for mindfulness by Media Club. I invite Ivania Nash for the book review. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു സർപ്രൈസുമായിട്ടാണ്. കുവൈറ്റിലെ എല്ലാവർക്കും അറിയാവുന്ന പ്രിയപ്പെട്ട എഴുത്തുകാരി ലൗലി ബാബു തെക്കേത്തല ആന്റി ഒരു പുതിയ പുസ്തകം എഴുതിയിട്ടുണ്ട്. ക്രൈസ്തവ തീർത്ഥാടനം പുണ്യ ദേവാലയങ്ങളിലൂടെ ഒരു യാത്ര. ആന്റിയുടെ ആദ്യത്തെ പുസ്തകം ഓർമ്മക്കൂട്ടിലെ പക്ഷി, രണ്ടാമത്തേത് കേരളത്തിലെ പള്ളികൾ, മൂന്നാമത്തെ പുസ്തകം ഉടനെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ ഇന്ന് ഈ ഒരു കവർ പേജ് റിവീൽ ചെയ്യുന്നു. ക്രൈസ്തവ തീർത്ഥാടനം പുണ്യ ദേവാലയങ്ങളിലെ ഒരു യാത്ര, പാർട്ട് 2. ക്രൈസ്തവ തീർത്ഥാടനം പുണ്യ ദേവാലയങ്ങളിലൂടെ ഒരു യാത്ര പാർട്ട് 2 കവർ പേജ് റിവീൽ ചെയ്തിരിക്കുന്നു. I would like to invite my mother to speak a few words and also to congratulate Ivania Nash. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഈ പുതിയ പുസ്തകം ക്രൈസ്തവ തീർത്ഥാടനം പുണ്യ ദേവാലയങ്ങളിലൂടെ ഒരു യാത്ര പാർട്ട് 2 എന്നതിന്റെ കവർ പേജ് റിവീൽ ചെയ്ത സന്തോഷം ഞാൻ നിങ്ങളെ ഏവരെയും അറിയിക്കുകയാണ്. എൻ്റെ പുസ്തകത്തിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത് ഡോക്ടർ ബിൽജു വാഴപ്പള്ളിയാണ്. ആശംസ നൽകിയിരിക്കുന്നത് സിസ്റ്റർ വലൻസിയ. പഠനം എഴുതിയിരിക്കുന്നത് ചീഫ് എഡിറ്റർ മലയാളി മനസ് ഓൺലൈൻ ചീഫ് എഡിറ്റർ ശ്രീ രാജു ശങ്കരത്തിലാണ്. കവർ പേജ് റിവീലിനായിട്ട് ശ്രീമതി ഡോക്ടർ ലിസി ഫെർണാണ്ടസ്, ഡോക്ടർ വർഗീസ് പെരയിൽ, അതോടൊപ്പം തന്നെ ചൈൽഡ് ആർട്ടിസ്റ്റ് ഇവാനി നാഷ്, കുവൈറ്റിലുള്ള ഇവാനി നാഷിനെ എനിക്ക് ലഭിച്ചു. എല്ലാം ദൈവാനുഗ്രഹമാണെന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് ഒരുപാട് പേര്, എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എനിക്ക് വീഡിയോസ് അയച്ച് എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടുണ്ട്, എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിലെ ഒത്തിരി പേര് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഒപ്പം എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ മകനും എൻ്റെ മക്കൾക്കും ഞാൻ നന്ദി പറയുന്നു. എല്ലാം ഒരു ദൈവാനുഗ്രഹം തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇവാനിയ നാഷിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. Congratulations. Thank you. I invite my father to present medals to Benjamin Nash and myself for the memory of this book. കവർ പേജ് റിവീൽ ഒരു അഭിമാന മുഹൂർത്തമാണ്. കാരണം ഇതുപോലെയുള്ള ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ അടുത്ത ജനറേഷനും കൂടി ആവശ്യമായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് അത് ആരെങ്കിലുമൊക്കെ എഴുതി സമർപ്പിക്കണം. അപ്പോൾ അത് എഴുതാനായിട്ട് നിന്ന ലവ്ലിക്ക് ഞാനതിന്റെ ഒരു അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ. I also thank my father, Babu Paul, for helping my mother for achieving her dreams. I wish my mother will get a great success with this book. Thank you all for wishing my mother for sending videos and felicitations. ഈ പുസ്തകത്തിൽ അവതാരിക എഴുതിയിരിക്കുന്നത് റെവറൻഡ് ഫാദർ ഡോക്ടർ ബിൽജു വാഴപ്പള്ളിയാണ്. ആശംസ നൽകിയിരിക്കുന്നത് കൃപജ്യോതി പ്രൊവിൻസിലെ സിസ്റ്റർ വലൻസിയ ആണ്. പഠനം എഴുതിയിരിക്കുന്നത് മലയാളി മനസ്സ് USA ഓൺലൈൻ ചീഫ് എഡിറ്റർ മിസ്റ്റർ രാജു ശങ്കരത്തിൽ ആണ്. ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് പേപ്പർ സ്ക്വയർ പബ്ലിക്കേഷൻസ്. കവർ പേജ് ഡിസൈൻ ഡിൻറ്റു ദേവസി. ഈ പുസ്തകം വലിയൊരു വിജയമാവുമെന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.